നമുക്കറിയാമല്ലോ, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി എത്രപ്പാട് ആളുണ്ടായിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഒച്ചല്ലാതെ പിന്നെ നമ്മൾ എന്തിനാ കൊടുക്കുക? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനുഭാവൻ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജിന്റെ പ്രയാണത്തിന്റെ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താനുമായി കൊണ്ടുള്ള അഭിമുഖ സംഭാഷണത്തിന് മുനാജാത്തിന് വേണ്ടി ക്ഷണിച്ച രംഗം ഇസ്രാ മിഅ്റാജ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ആ വലിയ സംഭവ ബഹുലമായ ഒരു രംഗത്തെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ആദ്യമായി അല്ലാഹു തആല പ്രയാണം നടത്തിച്ച് കൊണ്ടുപോയ സ്ഥലം മസ്ജിദുൽ അഖ്സയാണ്. ഖുർആൻ ആ ഭാഗം നമ്മെ പഠിപ്പിച്ചു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രയാണം, ആ പ്രയാണത്തിന്റെ പേരാണ് ഇസ്റാ എന്ന് പറയുന്നത് തന്നെ. എന്നാൽ ഈ ബൈത്തുൽ മുഖദ്ദസും മസ്ജിദുൽ ഹറമും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? മുസ്ലിമീങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇബാദത്തിന് പ്രതിഫലം ലഭിക്കുന്നതും ഏറ്റവും പുണ്യവുമുള്ള സ്ഥലം അത് മസ്ജിദുൽ ഹറമാണ്. അത് തർക്കമില്ലാത്തൊരു വിഷയമാണ്. മസ്ജിദുൽ ഹറമിന്റെ അത്ര ബഹുമാനമുള്ള ഒരു സ്ഥലം അല്ലാഹുവിന്റെ ഭൂമിയിൽ മറ്റൊന്നില്ല. അങ്ങനത്തെ ആ മസ്ജിദുൽ ഹറമിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ അവരുമായുള്ള അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇടയിൽ അല്ലാഹു തആല കണക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം അതേതാണ്? ബൈത്തുൽ മുഖദ്ദസ്. എന്തിനാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്? മസ്ജിദുൽ ഹറമിനേക്കാൾ ഇബാദത്തിൽ പ്രത്യേകമായ ബഹുമാനമോ പ്രത്യേകതയോ മസ്ജിദുൽ അഖ്സയ്ക്കില്ല. ഇബാദത്തിന് ഒന്നാമതായി ഏറ്റവും വലിയ പുണ്യം കിട്ടുന്ന സ്ഥലം മസ്ജിദുൽ ഹറമാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവിയാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് മസ്ജിദുൽ അഖ്സ. ഏറ്റവും വലിയ പുണ്യമുള്ള മസ്ജിദുൽ ഹറമിൽ നിന്ന് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്? ഖുർആൻ അതിന് കാരണം പറഞ്ഞു. ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്ത് നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നതാണ്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തുള്ള ബർക്കത്ത്? മഹാനായി ഇമാമുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു അടക്കം നിരവധി ഹദീസ് പണ്ഡിതന്മാരും ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് കാണാം. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ള ബർക്കത്തുകളെ പ്രതിപാദിച്ച കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ബർക്കത്തായി എണ്ണിയത് പൂർവീകരായ നിരവധി മഹാന്മാരായ അമ്പിയാക്കളും സ്വാലിഹീകളും അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ ഖബറു ശരീഫ് ഈ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തുണ്ട് എന്നും ആ മഹാന്മാര് മൺമറഞ്ഞു കിടക്കുന്ന ബർക്കത്ത് ഒരു യാത്രയിൽ ഉൾക്കൊള്ളൽ ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഈ സമുദായത്തെ ബോധ്യപ്പെടുത്താനും കൂടെയാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ ചെന്നിട്ട് അതിന്റെ ചുറ്റുഭാഗത്തുള്ള മഖ്ബറകളിൽ ഇങ്ങനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ കൂട്ടത്തിൽ ആരുടെ മഖ്ബറയുണ്ട്? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അരികിൽ ചെന്ന് റസൂലുള്ളാഹി തങ്ങൾ സിയാറത്ത് ചെയ്യുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട രംഗം ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫിൽ ഖബ്രി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ശരീഫിൽ ചെന്ന് ഞാൻ ഇങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോ എനിക്ക് കാണാൻ കഴിയുന്ന രംഗം അതേ മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിനുള്ളിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മഹാന്മാരായ ഔലിയാക്കൾ ഖബറിൽ കിടക്കുന്ന സമയത്തും ഓരോ പണി ഇബാദത്ത് തന്നെയാണ്. ഏതായാലും ആ മഹാന്മാര് മൺമറഞ്ഞു കിടക്കുന്ന സ്ഥലം
മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അടക്കം ഒരുപാട് അമ്പിയാക്കളുടെ ഖബർ അതിന്റെ ചുറ്റുഭാഗത്തുണ്ട്. ഒരുപാട് ഔലിയാക്കളുടെ ഖബർ അതിന്റെ ചുറ്റുഭാഗത്തുണ്ട്. ആ മഹാന്മാര് മൺമറഞ്ഞ് കിടക്കുന്ന സ്ഥലത്തിന്റെ ബർക്കത്ത് ഒരു യാത്ര പുറപ്പെടുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ആഗ്രഹിക്കൽ വളരെ പുണ്യമുള്ള വിഷയമാണ്. കാരണം എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയെ സംബന്ധിച്ച് പഠിപ്പിച്ചത് ബിദ്അത്തുൽ അദാബ്, പ്രയാസത്തിന്റെ ഒരു കഷ്ടമാണ്, ഒരു ഭാഗമാണ് യാത്ര എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതാർക്കും പറഞ്ഞു പറഞ്ഞതിന്റെ ആവശ്യമില്ല. നല്ല ഫുൾ കണ്ടീഷനുള്ള ഒരു വണ്ടിയിൽ ഈ പട്ടാമ്പിയുടെ അടുത്തുള്ള ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ ഒന്ന് പെരിന്തൽമണ്ണ ടൗണിലേക്ക് പോയി വന്നാൽ അന്നത്തെ ദിവസം നമ്മൾ ക്ഷീണിതനാണ്, തണുത്ത് കിടക്കുകയാണ്, സൗകര്യമില്ലാതെ തല AC ഉള്ള കാറാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഒക്കെ ശരിയാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. 10-25-30 കിലോമീറ്റർ ഓടുമ്പോഴേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായി തളരുന്ന യാത്രയുടെ പ്രകൃതി അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആ പ്രയാസകരമായ ഒരു അദാബിന്റെ ഘട്ടമാകുന്ന യാത്രയിലേക്ക് നീ പോകുമ്പോ അതേ നിന്നെ എല്ലാ സ്ഥലത്തും സഹായിക്കാൻ പറ്റിയ ഒരുപാട് സഹായികളുടെ സഹായം നീ കൂടെ കൊണ്ടുപോകണം. ആ രീതിയിൽ നിന്നെ സഹായിക്കാൻ പറ്റിയവരാണ് മഹാന്മാരായ ഔലിയാക്കൾ. നീ യാത്രക്ക് മുമ്പ് അത്തരത്തിലുള്ള ആളുകളെ ഒന്ന് സമീപിച്ച് അവരുടെ പൊരുത്തം വാങ്ങിയിട്ട് അവരുടെ സഹായം മുൻകൂർ വാങ്ങിച്ച് നീ പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഒന്നാമതായി എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ മൺമറഞ്ഞു കിടക്കുന്ന വലിയൊരു മഹാപുരുഷന് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ മുറിച്ചു തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല തീർത്തുമാറാകട്ടെ. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, മഹാന്മാര് മൺമറഞ്ഞു കിടക്കുന്ന സ്ഥലം വലിയ ബഹുമാനമുള്ള ബർക്കത്തുള്ള സ്ഥലമാണെന്ന് ഖുർആൻ സർട്ടിഫൈ ചെയ്തു പോയി. അതുകൊണ്ട് അത്തരം സ്ഥലത്തേക്ക് വരുമ്പോൾ ആ തികഞ്ഞ അച്ചടക്കത്തോടെയും ബഹുമാനത്തോടെയും ആയിരിക്കണം ആ സ്ഥലത്തേക്ക് വരുന്നത്. ആ നിയ്യത്തോടുകൂടെയാകണം അത്തരം സ്ഥലങ്ങളിലേക്ക് നാം എത്തിപ്പെടുന്നത്. അത്തരം സ്ഥലങ്ങളിലേക്ക് നാം എത്തിപ്പെട്ടാൽ അവിടെയുള്ള ബഹുമാനം നാം വകവെച്ചു കൊടുക്കണം. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് അനാവശ്യമായി ശബ്ദകോലാഹലമുണ്ടാക്കുന്നത്, അപമര്യാദയായി സംസാരിക്കുന്നത്, അവിടെ കാരണമില്ലാതെ വെറുതെ അട്ടഹാസം ഉണ്ടാക്കുന്നത്, അല്ലാഹുവിനും അവന്റെ റസൂലിനും പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഇടപെടുന്നത്, അത് ആ മൺമറഞ്ഞ് കിടക്കുന്ന മഹാന്മാരുടെ പൊരുത്തത്തിന് പകരം പൊരുത്തക്കേട് വാങ്ങാൻ കാരണമായി പോയി റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ സദസ്സിൽ സംഗമിക്കാൻ വേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നാം ഇവിടെ ഒരു നാടകം കാണാൻ വേണ്ടി വന്നതല്ല, ഒരു ഡാൻസ് കാണാൻ വേണ്ടി വന്നതല്ല. ഇവരെ ഗാനമേളയല്ല, ഒപ്പനയില്ല, ബ്രേക്ക് ഡാൻസ് ഇല്ല, ഒന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ടൂർണമെന്റുകൾ നടക്കുന്നില്ല. ഈ സ്ഥലത്ത് നടക്കുന്നത് ആകെ എന്താണെന്നറിയുമോ? ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാരഥന്മാര് അവരുടെ ഹദറത്തിൽ വെച്ചുകൊണ്ടുള്ള ദുആവും ആ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീന് പറയുകയും ചെയ്യുമ്പോൾ ആ ദുആയിൽ പങ്കെടുക്കാനും ആ ഇൽമിന്റെ മജലിസിൽ ചെന്നൊരല്പമെങ്കിലും ഇരുന്ന് ബർക്കത്തെടുക്കാനും ആ നിയ്യത്തോടുകൂടെ ആകണം ഇത്തരം സദസ്സുകളിലേക്ക് നാം ഒഴുകുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചേക്കാം, അങ്ങനെയല്ലെങ്കിൽ എന്ത് പറ്റിപ്പോകുമെന്നുള്ളത്. ഞാൻ ഒരൊറ്റ